മലയാളീസ്. ശരിക്കും പറഞ്ഞാൽ സമയവും പ്രായവും കൂടിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ യാത്ര ഞാൻ മുന്നോട്ട് തന്നെ അങ്ങ് വച്ചു. അപ്പോൾ വർഷങ്ങൾ കടന്നു പോകുന്നത് ഞാൻ അറിയാതെയായി. When others told me you were wasting time, I told them it was called patience. മറ്റുള്ളവരെ കണ്ണിൽ ശരിക്കും പറഞ്ഞാൽ സമയം വേസ്റ്റാക്കി എന്ന് തോന്നുമ്പോൾ ഞാൻ അതിനെ പേഷ്യൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ഫൈനലി റീച്ച്ഡ്. ഒരു കോഫി കുടിച്ച് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാം, എനിക്കൊരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. പക്ഷെ ഈ ഒരു മൊമെന്റിലേക്ക് എത്താൻ എനിക്കൊരു 4 മാസമാണ് എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. 4 മാസം ഞാൻ ഇതിനു വേണ്ടി എഫേർട്ട് ഇടുകയായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നില്ല, എല്ലാം ഒന്ന് കറക്റ്റ് അലൈൻ ആവട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഇപ്പോഴാണല്ലോ വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ പിന്നെ ഈ ഒരു ഹാപ്പിനെസ്സും എനിക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന എനിക്ക് വേണം. 9 വർഷത്തിനിടയിൽ ഞാനൊരു നല്ല കാര്യം ചെയ്തത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. ചിയേഴ്സ്. ആക്ച്വലി ഞാനിവിടെ ബാങ്കിൽ വന്നതാണ്. എന്റെ പ്രോസസ് ഏകദേശം കഴിഞ്ഞു. എന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഞാനൊന്ന് യൂബർ ബുക്ക് ചെയ്യട്ടെ. കൊച്ചിയിലാണ്, അച്ഛനില്ല. വണ്ടി വന്ന് എന്നെ വിളിച്ച് ഡ്രോപ്പ് ചെയ്ത് പോകാൻ. വണ്ടി എടുക്കണം. എല്ലാം പതുക്കെ പതുക്കെ ചെയ്യാം. അതും ലോൺ എടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ലോൺ എടുത്തിരിക്കുന്ന മറ്റൊരു കാര്യത്തിനാണ്. അപ്പൊ അതൊന്ന് കഴിയട്ടെ. നിമിഷത്തിൽ എനിക്ക് താങ്ക് യു പറയണം. നമ്മൾ വന്ന വഴികൾ മറക്കരുത് എന്ന് ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വന്ന വഴികൾ മറന്നുകൊണ്ടാവരുത് മുന്നോട്ട് പോകുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ എന്നോട് നീ മേക്കപ്പ് നിനക്ക് നന്നായിട്ട് ചെയ്യാൻ, ഇൻഡിവിജ്വലി നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കൂടാ എന്ന് എന്നോട് പറഞ്ഞ ഒരു സുഹൃത്ത്, ഞാൻ ബ്രദറായിട്ട് കാണുന്ന ഒരു വ്യക്തി. താങ്ക് യു ബ്രദർ ഫോർ ദ മോട്ടിവേഷൻ. നമുക്ക് ലൈഫിൽ മോട്ടിവേഷൻ തന്നവരോട് നമ്മൾ എപ്പോഴും കീപ്പ് ഇൻ ടച്ച് ആയിരിക്കണമെന്നില്ല, എപ്പോഴും സംസാരിക്കണമെന്നില്ല. പക്ഷെ സ്റ്റിൽ ഒരു താങ്ക് യു ഞാനിപ്പോ ഈ വീഡിയോയിൽ പറയണമെന്ന് എനിക്ക് തോന്നി. അതെ, എല്ലാവരും എൻ്റെ ലൈഫിൽ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഒരു ആരുണ്ട് എന്നില്ലല്ല കാര്യം. നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും നമ്മൾ സീറോ ആണ് എന്ന് അറിഞ്ഞിട്ടും നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സോ അപ്പൊ ഐ എം റിയലി ഹാപ്പി എന്ന് ചോദിച്ചാൽ അല്ല. പലപ്പോഴും പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്തത്. ആളുകൾ ഉണ്ടായിരുന്നിരുന്നു, പക്ഷെ ഒരു പരിധി വരെയാണ് അവർ ചെയ്യുക. അത് കഴിഞ്ഞല്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പൊ പറയുമ്പോൾ ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ പറയുന്നത് പോലെ എന്റെ എഫേർട്ട് തന്നെയായിരുന്നു കൂടുതൽ. ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്യേണ്ടി വന്നത്. വോയിസ് വർക്ക് ചെയ്യുന്നില്ല. സംതിങ് ചിക്കൻ മേടിക്കാൻ വന്നതാ. നമുക്കറിയാം അത് നമ്മൾ അതിനെ കഴിക്കുകയാണോ ഒരാളെ കൊല്ലുകയാണോ എന്നുള്ള കാര്യം. പക്ഷെ ഒന്നിന്റെ ഭക്ഷണമാകുക എന്നുള്ളത് ദൈവവിധിയല്ലേ. അപ്പോൾ ശരി മലയാളീസ്, അടുത്ത വീഡിയോയിൽ കാണാം.